സാന്താക്ലോസ് കുട്ടികളുടെ കഥയല്ല, മനുഷ്യൻ്റെ ആത്മകഥ. നമ്മൾ പലരും ചിരിച്ചു തള്ളിയ ഒരു വിശ്വാസം, സാന്താക്ലോസ് അത് കുട്ടികളുടെ കഥയല്ലേ? അങ്ങനെ ഒരാൾ ഇല്ലല്ലോ. പക്ഷെ ഒരു നിമിഷം നിൽക്കൂ, സാന്താക്ലോസ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നത് ഒരു മനുഷ്യനെയാണോ അതോ മനുഷ്യനുള്ളിലെ നന്മയെയോ? ഇന്ന് ഈ വീഡിയോ ഒരു കഥ പറയാനല്ല, നമ്മളെ തന്നെ നോക്കി ചോദിക്കാനാണ്. വളരെ പഴയ കാലത്ത് സെന്റ് നിക്കോളാസ് എന്നൊരു മനുഷ്യൻ, അദ്ദേഹം പ്രശസ്തനല്ല, വീരനല്ല, ചരിത്ര പുസ്തകങ്ങളിൽ വലിയ പേജു പിടിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം കണ്ടത് വിശപ്പുള്ള കുട്ടികളുടെ കണ്ണുകളായിരുന്നു. അദ്ദേഹം കണ്ടത് ഒറ്റപ്പെടലിൽ കിടക്കുന്ന മാതാപിതാക്കളെയായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് വലിയ കാര്യങ്ങളല്ല, ചെറിയ സഹായങ്ങൾ, നിശബ്ദമായ കരുണ. അദ്ദേഹം ഒരിക്കലും ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്. സഹായം ചെയ്താൽ ഫോട്ടോ വേണം, വീഡിയോ വേണം, ആളുകൾ അറിയണം. പക്ഷേ സെന്റ് നിക്കോളാസ് മറ്റൊന്ന് വിശ്വസിച്ചു, നന്മയ്ക്ക് സാക്ഷികൾ ആവശ്യമില്ല. അദ്ദേഹം രാത്രി വന്നു, ആരും കാണാതെ സമ്മാനം വെച്ച് നിശബ്ദമായി മടങ്ങി. അടുത്ത ദിവസം കുട്ടികളുടെ മുഖത്ത് ചിരി മാത്രം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. ഇതാണ് സാന്താക്ലോസിൻ്റെ ആത്മാവ്. കാലം കടന്നു, മനുഷ്യർ മാറി, ലോകം മാറി. പക്ഷെ നല്ല പ്രവൃത്തികൾ മരിച്ചില്ല. അവ കഥകളായി, കഥകൾ വിശ്വാസമായി, വിശ്വാസം സാന്താക്ലോസായി. നോർത്ത് പോൾ എൽഫുകൾ, സ്ലേമാൻകൾ, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് നന്മയെ മധുരമായി എത്തിക്കാനുണ്ടാക്കിയ രൂപങ്ങൾ മാത്രം. കുട്ടികൾക്ക് സാന്താക്ലോസ് സമ്മാനം തരുന്ന ഒരാളല്ല, നല്ലതിൻ്റെ പ്രതീകമാണ്. ഞാൻ നല്ല കുട്ടിയായാൽ എനിക്ക് നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷ. ഇന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കണം, നമ്മൾ ആ പ്രതീക്ഷ തകർക്കുന്ന മുതിർന്നവരാണോ, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നവരോ? ഇന്ന് നമ്മൾ പറയുന്നു, ഇത് റിയലി വേൾഡാണ്, ഇവിടെ സാന്താക്ലോസ് ഇല്ല. പക്ഷേ ഒരു ചോദ്യം, വിശപ്പുള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൈ ആരാണ്? ഒറ്റപ്പെട്ട ഒരാളെ കേൾക്കുന്ന ചെവി ആരാണ്? കരയുന്ന കുട്ടിയെ അണച്ചു പിടിക്കുന്ന ഹൃദയം ആരാണ്? അവിടെ സാന്താക്ലോസ് ജീവിച്ചിരിക്കുന്നു. നമ്മളാണ് യഥാർത്ഥ സാന്താക്ലോസ്. സാന്താക്ലോസ് ചുമന്ന വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനല്ല, സാന്താക്ലോസ് ഒരു തീരുമാനമാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം, ആരെയെങ്കിലും വേദനിപ്പിക്കാതിരിക്കാൻ, ആരെയെങ്കിലും സഹായിക്കാൻ, ആരെയെങ്കിലും അവഗണിക്കാതിരിക്കാൻ, അതാണ് സാന്താക്ലോസ് ആകുന്നത്. ഇന്ന് ക്രിസ്മസ് ആയാലും അല്ലെങ്കിലും ലോകത്തിന് ഇനിയും സാന്താക്ലോസ് വേണം. വലിയ സമ്മാനങ്ങളോടെയല്ല, വലിയ പ്രസംഗങ്ങളോടെയല്ല, ഒരു നല്ല മനുഷ്യനായി. സാന്താക്ലോസ് ഒരു കഥയല്ല, ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാവരും ഒരാൾക്കെങ്കിലും സാന്താക്ലോസ് ആകുമ്പോൾ ഈ ലോകം ഇനിയും വിശ്വാസത്തോടെ നിൽക്കും. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് സാന്താക്ലോസ് ആകും എന്നെഴുതൂ. ജീവിതയാത്ര ഇനിയും ആത്മാവിനെ തൊടുന്ന സത്യങ്ങളുമായി വീണ്ടും വരും. ലവ് യു ഓൾ, ബി ഹാപ്പി.